കാണാം. സോറി സോറി. പ്രാക്ടീസ് കണ്ട് ഗുഡ് മോർണിംഗ് ഗൈസ്. ഓക്കെ, അപ്പോൾ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നിപ്പോൾ ഞങ്ങൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എന്താ പറയുക, ഇന്ന് 28 തേഴ്സ്ഡേ ആണ്. നമുക്ക് ഇന്ന് ഓഫീസിൽ ഓണം സെലിബ്രേഷൻ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരുങ്ങി സെറ്റപ്പായിട്ട് ഇറങ്ങുമ്പോൾ എന്തായാലും ഒരു വ്ലോഗ് എടുക്കാനും കൂടെ തീരുമാനിച്ചു. ഓക്കെ ഓക്കെ, അപ്പോൾ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല. ഞങ്ങളിത് റെഡി ആവാൻ പോവാണ്. ഇൻ ബിറ്റ്വീൻ ഞങ്ങൾ ഓരോ വീഡിയോസ് കട്ട് പോർഷൻ ആയിട്ട് കാണിക്കും. എൻ്റെ തല കാണില്ല, തല കാണിക്കൂ. ഓക്കെ, അപ്പോൾ ഞങ്ങളിത് റെഡി ആവാൻ പോകുന്നത്. ഇപ്പോൾ ഏകദേശം സമയത്ത് അപ്പോൾ ഏകദേശം ഒരു 7 മണിയൊക്കെ ആവുന്നേ ഉള്ളൂ. അപ്പം ഈ കോലത്തിൽ നിന്ന് മാറി ഞങ്ങൾ നല്ല കോലത്തിൽ വരുന്നതായിരിക്കും. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ പോകുന്നത് ഇതിങ്ങനെ പോകുന്നത് ഞാൻ കാണിച്ചു തരും. ഓക്കെ, അപ്പൊ കാണാം. സോറി സോറി. അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ്. ഒരു മൾമൾ കോട്ടൺ സാരിയാണ്, ഒരു പിങ്ക് ബോർഡറിൽ വരുന്നത്. ഒരാൾ അടുത്ത ആള് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്, ഇപ്പോൾ വരുമായിരിക്കും. ഞാൻ എടുത്തിരിക്കുന്ന ഈ വട്ടത്തെ ഒരു ട്രെൻഡിങ് ഐറ്റമായിട്ട് മൾമൾ കോട്ടൺ പിങ്ക് ബോർഡറുള്ള സാരിയാണ്. അപ്പോൾ ഒരുങ്ങിട്ട് കാണാം. ഇതാട്ടോ എൻ്റെ ബ്ലൗസ്. അമിതാ വന്നിഷോയെ തല കാണില്ല, തല കാണിച്ചു. ഞങ്ങൾ റെഡി ആയിട്ട് വരാം കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ ഒരുങ്ങി റെഡിയായി ഇറങ്ങി കേട്ടോ. അപ്പോൾ ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളൊപ്പം 2 ഫ്രണ്ട്സുകളും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ പോയത് ഓഫീസിലോട്ടാണ്. ഇപ്പം ഞങ്ങളുടെ കമ്പനി ഏതാണെന്ന് വെച്ചാൽ ഇതാണ് കേട്ടോ ഞങ്ങളുടെ കമ്പനീൻ്റെ പേര് മാരിയാപ്സ് ആണ്. ആക്ച്വലി ഞങ്ങളുടെ ഇത് 4ാമത്തെ ഓണമാണ് കേട്ടോ മാരിയാപ്സിലുള്ള. 4 വർഷമായി ഞങ്ങളിവിടെ. ഞങ്ങൾ ചെന്നപ്പോഴേക്കും ഇവിടെ ചെണ്ടവെട്ടൊക്കെ തുടങ്ങി. ചെണ്ടമേളം കഴിഞ്ഞപ്പോഴാണ് കേട്ടോ അതിന് തൊട്ട് ബാക്കിൽ അത്തപ്പൂക്കളുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ ഞാൻ നേരെ അങ്ങോട്ടേക്ക് പോയി. ഇതാണ് കേട്ടോ ഞങ്ങളുടെ അത്തപ്പൂക്കളം. പിന്നെ ജസ്റ്റ് നമുക്ക് വെൽക്കം ചെയ്യാൻ വേണ്ടി ഒരു ഓണാശംസകൾ നമ്മുടെ 3D ബോർഡിൽ ഓൾറെഡി ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ സ്റ്റേജ്. ഓൾറെഡി നമ്മുടെ മാരിയാപ്സിന് 8th ഫ്ലോറിൽ ഒരു ടെറസ് ഏരിയ ഉണ്ട്. ആക്ച്വലി നമ്മൾ എന്ത് പരിപാടി ഉണ്ടെങ്കിലും നമ്മൾ അവിടെ വെച്ചിട്ടാണ് നടത്തുക. അങ്ങനെ കിട്ടിയ ഗ്യാപ്പിൽ ഞങ്ങളിതേ കുറച്ച് സെൽഫിയൊക്കെ എടുത്തു. പിന്നെ ദേ ഒരാൾ ഇങ്ങനെ നടപ്പുണ്ട്, എന്തിനാന്ന് പോലും അറിയില്ല, പാട്ട് പാടാനുണ്ട്. അപ്പോഴേക്കും ഈ അടുത്ത ആൾ പ്രാക്ടീസിന് വരില്ലേ. പ്രാക്ടീസ് കണ്ട് ഇത് കഴിഞ്ഞ് നമുക്കൊരു ഓണം സ്കിറ്റ് ഉണ്ടായി കേട്ടോ. അതായത് നമ്മുടെ ഓണത്തിൻ്റെ ഐതിഹ്യം പറയുന്നത് നമ്മുടെ ഓഫീസിലെ എംപ്ലോയീസ് തന്നെയാണ് ആക്ട് ചെയ്തേക്കുന്നത്. ആക്ച്വലി ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മുടെ ഓഫീസിൽ കുറേ ഫോറിനേഴ്സും കുറേ കേരളത്തിന് പുറത്തുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് നമുക്കിടെ ഓണത്തിൻ്റെ ഐതിഹ്യം എന്തെന്നറിയില്ല. അപ്പോൾ ഈ സ്കിറ്റിലൂടെ അത് കാണിച്ചപ്പോൾ ആക്ച്വലി നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോഴേക്കും മാവേലി എത്തിയ സ്ഥിതിക്ക് നമുക്ക് മാവേലി ഒന്ന് ഇരുത്തിയിട്ട് നമുക്കൊരു തിരുവാതിരയും കുറച്ച് ഡാൻസും പരിപാടികളൊക്കെ ആയാലോ. അപ്പോൾ അതൊക്കെ കാണാം കേട്ടോ.
അങ്ങനെ ഡാൻസും ചെണ്ടമേളമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഓണസദ്യ കഴിക്കാനുള്ള നേരമായിട്ടോ. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ പാർക്കിംഗ് സ്പേസിലാണ് ഞങ്ങൾ ഓണസദ്യ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങളെല്ലാവരും വന്നിരുന്നു കേട്ടോ. ആക്ച്വലി ഇത് ഞങ്ങളുടെ രണ്ടാമത്തെ ഓണസദ്യയാണ്. ആദ്യം ഞങ്ങൾക്ക് ഫ്ലാറ്റിൽ റെസിഡൻസ് അസോസിയേഷൻ്റെ ഓണാഘോഷ പരിപാടി ഉണ്ടായിരുന്നു, അവിടെ ഞങ്ങൾക്ക് ഓണസദ്യ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഓഫീസിലും അങ്ങനെ കാളം വന്നു, ഓലം വന്നു, തോരൻ വന്നു, കൂട്ടുകറി വന്നു, അവിയൽ വന്നു, പുളിയിഞ്ചി വന്നു, അങ്ങനെ കുറേ സാധനങ്ങൾ വന്നു കേട്ടോ. അറ്റ് ലാസ്റ്റ് നമ്മുടെ ചോറും വന്നു. അങ്ങനെ അടിപൊളി ഒരു സദ്യയും കഴിച്ച് നല്ല അടിപൊളി ഒരു പാലട പ്രഥമനൊക്കെ കുടിച്ച് ഞങ്ങൾ സെറ്റായി. അപ്പം നമ്മുടെ ഡാൻസിൻ്റെ വീഡിയോയും നമ്മുടെ തിരുവാതിരേൻ്റെ വീഡിയോയും ഒക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അപ്പം നിങ്ങൾ അതൊക്കെ പോയി കാണണം കേട്ടോ. ഓണസദ്യ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ 8th ഫ്ലോറിലേക്ക് വടംവലിയും കസേരകളി അങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ തുടങ്ങി കേട്ടോ. എല്ലാ പരിപാടിക്കും ചേർന്നില്ല എങ്കിലും കുറച്ച് നമുക്ക് മഴയായതുകൊണ്ട് നമ്മുടെ ഔട്ട്ഡോർ പരിപാടികളൊക്കെ നമ്മൾ ടെറസിലേക്ക് മാറ്റേണ്ടതായിട്ട് വന്നു. അങ്ങനെ വടംവലിയാണ് കേട്ടോ ഇപ്പം നടക്കുന്നത്. ഹലോ ഗൈസ്, അപ്പം നമ്മുടെ ഓണപ്പരിപാടിയൊക്കെ ഏകദേശം ഇവിടെ അവസാനിച്ചു. ഞാനിപ്പോൾ മാരിയാപ്സിൻ്റെ തൊട്ട് സൈഡിൽ വന്നിരിക്കുകയാണ്. നമുക്ക് ഇവിടെ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ടോ. സോ അപ്പം മേലെ തകൃതിക്ക് ഇവിടെ താഴെ ആക്ച്വലി മഴയായിരുന്നു. അപ്പം നമുക്ക് മേലെ ഏറ്റവും 8th ഫ്ലോറിലാണ് വെച്ചിട്ട് വടംവലി നടത്തിയത്. അപ്പം അതുകൊണ്ട് അത്ര ക്ലിയർ ആയിരുന്നില്ല വീഡിയോസൊന്നും. ചെറിയ പോർഷൻസേ കിട്ടുള്ളൂ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ കിട്ടിയ വീഡിയോസ് വെച്ചിട്ട് എടുത്തു. ബാക്കി എന്നിട്ട് ഞാൻ ഒരാളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുവഴി പോയി എന്ന് ഞാൻ കണ്ടിട്ടില്ല. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഓഫീസ്. പേര് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാരിയപ്സ് മറൈൻ സൊല്യൂഷൻസ് എന്നാണ് ഞങ്ങളുടെ കമ്പനീൻ്റെ പേര്. തൊട്ടപ്പുറത്തായിട്ട് കാണുന്നതാണ് നമ്മുടെ IT ട്വിൻ ടവർ ലുലുവിൻ്റെ. ആക്ച്വലി ഇത് നമ്മുടെ പാർക്കിംഗ് സ്പേസ് അല്ല കേട്ടോ. ഇത് നമുക്കിങ്ങനെ കസേരയൊക്കെ സൈഡിൽ ഇട്ടിട്ടുണ്ട്. നമുക്കിങ്ങനെ ഇടയ്ക്ക് റിഫ്രഷ്മെൻറ്റിനൊക്കെ വേണ്ടിയിട്ട് നമുക്കിവിടെ വന്ന് ഈ ചെയറിലിരിക്കാം. പിന്നെ നമ്മൾ കുറേ ഫോട്ടോസൊക്കെ ഇവിടെ വന്നിട്ടാണ് എപ്പോഴും എടുക്കാറ്, എന്തെങ്കിലും ഫങ്ഷൻസൊക്കെ ഉണ്ടെങ്കിൽ. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് പോയത് ഒരു റീൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം റോഡിൽ കിടന്ന് തത്താപുത്ത കളിച്ച ശേഷം ഞങ്ങൾ പോവുമായി. ഈ കൊല്ലത്തെ മാരിയാപ്സിലെ ഓണാഘോഷ പരിപാടികളൊക്കെ അവസാനിപ്പിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഇടയ്ക്ക് ചെറുതായിട്ട് മഴയൊന്നും ചതിച്ചുകൊണ്ട് നമുക്ക് അധിക നേരം ഒന്നും കലാപരിപാടികൾ നടത്താൻ പറ്റിയില്ല. എന്നാലും സാരമില്ല. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണുന്നതായിരിക്കും. ബൈ.